ഹായ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ 34th ഡേ 34ാം ദിവസം യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് ഞങ്ങൾ അൽമാറ്റയിൽ നിന്ന് ഹർഗോസ് അതായത് ഹർഗോസ് എന്ന് പറയുന്നത് ചൈന കസാക്കിസ്ഥാൻ ബോർഡറാണ്. അതായത് നമ്മൾ ചൈനയിലേക്ക് ഇനി എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഇന്ന് 17-ാം തീയതി ആണ്. ഞങ്ങൾ 19-ാം തീയതിയാണ് ചൈനയിലേക്ക് എൻട്രി ചെയ്യുന്നത്. 2 ദിവസം പോയി ഹർഗോസിൽ ഞങ്ങൾ താമസിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് 19-ാം തീയതി തന്നെയാണ് ചൈനയിൽ എൻട്രി ചെയ്യേണ്ടത്. അതിനൊരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിന് മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് കഴിഞ്ഞാൽ ലേറ്റ് ആയാൽ പിന്നെ നമ്മൾ അടുത്ത ബാച്ച്, അല്ലെങ്കിൽ അവർക്ക് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൈനയിൽ കയറണമെങ്കിൽ ഒരു ഗൈഡിൻ്റെ ആവശ്യമുണ്ട്. അത് അവിടുത്തെ ബൈ ലോ ആണ്. അപ്പോൾ ആ ഗൈഡ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 19-ാം തീയതിയാണ്. സോ ഞങ്ങൾ 2 days നേരത്തേക്ക് എത്തി. നാളെ ഇവിടെ ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഡോക്ടർ സ്ഥലം, കാരണം ഇത് വളരെ ഫേമസ് ആയ ഒരു സിറ്റിയാണ്. നമ്മുടെ ചൈനയും യൂറോപ്പും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബിസിനസ്സുകൾ ബന്ധിക്കുന്ന, അല്ലെങ്കിൽ കാർഗോസ്, ചൈനയിലെ യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ കാർഗോയും ഇവിടം വഴിയാണ് പോകുന്നത്. ഈ 2024 തന്നെ ഏതാണ്ട് 2000-ൽ കൂടുതൽ കണ്ടെയ്നർ വന്നു പോയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ പേര് സിൽക്ക് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബസ് റൂട്ട് ഉണ്ടായിരുന്ന, പണ്ട് നമ്മുടെ ഇംഗ്ലണ്ട് ഇന്ത്യ ഭരിച്ചപ്പോൾ അവിടുന്ന് ബസ് റൂട്ട് ഉണ്ടായിരുന്ന റോഡിനെയാണ് സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഓരോന്നോരോന്നായി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇവിടെ ആ സിൽക്ക് റൂട്ട് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ അപ്പം അതെല്ലാം ഒന്ന് പോയി കാണണമെന്നുണ്ട്. നാളെ ഞങ്ങൾ ഇന്നും എത്ര കിലോമീറ്റർ ഉണ്ട്? 300 കിലോമീറ്റർ അല്ലേ? 300, ഏതാണ്ട് 300 കിലോമീറ്ററാണ് ഇന്ന് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 3 hours ഉള്ളൂ ഡ്രൈവ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നതിന് ശേഷം പറ്റുവാണെങ്കിൽ ഇന്ന് പോകും, അല്ലെങ്കിൽ നാളെ അവിടെ പോകും. ഞങ്ങൾക്ക് എനിവേ നാളെയും കൂടെ ഇവിടെ സമയമുണ്ട്. ഓൾറൈറ്റ്. അപ്പം ഓക്കെ, എന്നാൽ ബൈ. ഒരു മനോഹരമായ ബിൽഡിംഗ് ആണ്. അത് പിടിക്കണ്ട, അത് മനസ്സിലിരുന്നോട്ടെ. അതെ, മനസ്സിലിരിക്കട്ടെ. ഓ സോറി ഗുരു. ഞങ്ങളുടെ ഡ്രൈവർ സാരഥി, ഇന്നത്തെ സാരഥി റജിബായി ആണ്. വളരെ ശ്രദ്ധയോടും പക്വതയോടും കൂടെ വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണ് റജിബായി. സൂചില്ലേ? ടിയൻഷാൻ പർവ്വതനിരകളിലേക്ക് പോകുന്നതിന് വേണ്ടി ഇവിടെ കേബിൾ കാർ ഉണ്ട്. അപ്പോൾ ആ കേബിൾ കാർ വഴി മുകളിലേക്കൊന്ന് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതിനുവേണ്ടി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പം ഇവിടെ ഒന്ന് കയറി ചോദിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കി 5000 8,000 ടങ്കാണ് അവർ അപ്പ് ആൻഡ് ഡൗൺ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 8,000 ടങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ എത്ര പൗണ്ടായി? എനിക്ക് 70 പൗണ്ടോളം ആവും തോന്നുന്നു. അല്ലേ, 70 പൗണ്ട് വരും ചോദിച്ചാൽ? അല്ല ചോദിച്ചാൽ അപ്രോക്സിമേറ്റ്ലി 70 പൗണ്ട് അല്ലേ? അപ്രോക്സിമേറ്റ്ലി 70 പൗണ്ട് അവിടെ ചാർജ്. ഇതാണ് ഇത് എൻട്രൻസ് പോയിന്റ്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഏതായാലും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. എല്ലാം പെട്ടെന്നായിരുന്നു. ടിക്കറ്റ് കിട്ടി, രക്ഷപ്പെട്ടു. നമുക്ക് ഇതാണ് ആ കേൾക്കാറ്. നമുക്ക് എല്ലായിടത്തും ഉള്ളതാണ് ഈ കേൾക്കാർ സിസ്റ്റം. എന്നാലും
ഒരെണ്ണം MG വന്നു. ഇത് ചാടി കയറിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ അവരൊരു ഗ്രൂപ്പ് ആയത് കാരണം നമുക്ക് അവർ പോയിട്ട് പോവാം. മറ്റേ കേബിൾ കാർ വഴി ഞങ്ങൾ ഒരു ഹില്ലിലേക്ക് പോവുകയാണ്. ടിയാൻ ഷാ പർവ്വതങ്ങളുടെ മുകളിലേക്കാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഏതാണ്ട് അതിനോട് അടുത്ത് വരുന്നുണ്ട്. എനിക്ക് ഈ ഹില്ല് ചുവടുള്ളതാണ് വലുതുള്ളായത്. പിടിക്കാൻ കമ്പി കൂടെ ഇല്ല നമുക്ക്. അവിടെ നിന്ന് അത പിടിച്ചിരിക്കായിരുന്നു. അവിടെ ഇത്രേ ഹൈറ്റിലാണ് പോകുന്നത്. ഒന്നും ആയിട്ടില്ല, ഹാഫ് വേ ആയിട്ടുള്ളൂ. അൽമാറ്റിയിലെ ഒരു കേബിൾ കാർ യാത്ര. ഉയരങ്ങളിലേക്ക് എത്തുന്തോറും എൻ്റെ ചങ്കിൻ്റെ മിടിപ്പ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ടിയാൻ ഷാൻ മല പർവ്വതം മൗണ്ടൻ ആണ് ഈ കാണുന്നത്. ചെറിയ ഒരു ഫോഗ് പോലെയൊക്കെ ഉണ്ട്, അത് കാണത്തില്ല. അതിൻ്റെ മുകളിലാണ് ഞാൻ പറഞ്ഞ മഞ്ഞ് പാളികൾ ഇപ്പോഴും ഇഷ്ടംപോലെ ഉണ്ട്. ഏതാണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് വന്നു, കേബിൾ കാർ കയറി. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ആൽമാറ്റി സിറ്റിയാണ് ഈ കാണുന്നത്. അടിപൊളി. എന്തോ ഒരു ചെറിയൊരു മൂടലുണ്ട്. പൊല്യൂഷനാണോ? ടെമ്പറേച്ചർ ഏതാണ്ട് ടെമ്പറേച്ചർ എത്രയാണ്? 30-35? 39 ഡിഗ്രി ടെമ്പറേച്ചറുണ്ട് ഇപ്പം. ഏതാണ്ട് രാവിലെ സമയം 10 സമയമാണ്. ഇത് മറ്റേ പിള്ളേർ പോകുന്നുണ്ടോ? പിള്ളേർ പോകുന്നുണ്ടോ മറ്റേ കാറില്? പക്ഷെ അത് താഴെ പോയി അത്രേ പോകുള്ളൂ. പിന്നെ അവിടെ തന്നെ പിന്നെ നടന്നു പോകും. അപ്പൊ നമ്മുടെ വണ്ടി എവിടെയാ? പിന്നെ അങ്ങേ എടുത്തല്ല, പിന്നെ അവിടെ എന്ത് ചെയ്യും? ബാക്കി എന്ത് ചെയ്യും? ഇവിടുത്തെ ബസ്സുകളെല്ലാം ഇലക്ട്രിക് ബസ്സാണ്. അതായത് ഇലക്ട്രിക് ലൈൻസ് ഉപയോഗിച്ച്, ബാറ്ററി അല്ല. മുകളിൽ കേബിളുണ്ട്. കേബിൾ വഴി പഴയ സിസ്റ്റത്തിൻ്റെ ആ ഒരു ആണ്. നാവേട്ട് പറഞ്ഞു വിട്ട വഴിക്കടെ പോകുന്നതാണ്. എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ പാടില്ല. കണ്ടത്തേക്കൂടെ കൊണ്ടുപോയി. ഇവിടെ വല്ല പണിക്കാന്ന് ചോദിച്ചാൽ വന്നതാണോ പോലും നാവേട്ട്. നമ്മളെ കൊണ്ടുവന്നാണോ പണിക്കുമല്ലോ.
ഒന്നാമത് വലിയ കിടങ്ങുള്ള വഴി. അയ്യോ ആവോ എന്താ പുറകെ വേറെ വണ്ടിക്ക് നമ്മളെ പോലെ അങ്ങനെ വന്നു. എന്തുകൊണ്ടാണെന്നറിയാൻ പാടില്ല, ഇതിലേക്ക് കൊണ്ടുപോകുന്നു. തിരിച്ച് വീണ്ടും പഴയ വഴി കൊണ്ടുപോവാ. ഒരു ട്രാഫിക് ഇല്ലായിരുന്നാ, എന്തുകൊണ്ടോ ആദ്യമായിട്ട് നമ്മളെ ഏതായാലും ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് പള്ളി കാണാൻ പറ്റി. അവിടെ അൺഫോർച്യുനേറ്റ്ലി അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വന്നിട്ട് കസാക്കിസ്ഥാനിൽ കയറിയിട്ട് ഒരു പള്ളി കാണുന്ന ആദ്യമായിട്ടാണ്. അടിപൊളി, സൂപ്പർ, നല്ല രസം, ഒട്ടും പൊടിയില്ലാത്ത വഴി. ആരണ്ടൊക്കെ പുറകെ കൂടെ വരുന്നതാ, കറങ്ങി വരുന്നതാ. അതൊക്കെ വലിയ വണ്ടികളായ കാരണം കുഴപ്പമില്ല. എൻ്റെ പോനോടാ ഇത്, എന്തോടാ ഇത്? ഈ ചോദിച്ചേട്ടൻ ഇതുവരെ അറിയുന്നുണ്ടോ? പുള്ളി ഉറക്കം കാരണം പുള്ളിക്ക് ഇതുവരെ അറിയണോ? നമ്മൾ ഇവിടുന്ന് സ്ട്രഗിൾ ചെയ്യുന്ന പുള്ളി പുള്ളി ഇതുവരെ അറിയുന്നുണ്ടോ? അതൊക്കെ ചോദിച്ചേട്ടാ മുത്തേ എവിടുന്ന് എന്തൊരു നാവികേട്ടോ നമ്മളിങ്ങനെ കാണിച്ച്. അതാ കറക്റ്റായ വഴി തന്നെയായിരുന്നു, നേരെ പോയാൽ മതിയായിരുന്നോ? സാരമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓഫ് റോഡ് നല്ലതാണ്.